ഇല്ല, ഞാൻ വരില്ല. 10 കോടി രൂപ തന്നാ വരും. ബിഗ് ബോസ് മലയാളം സീസൺ 7 തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആരോപണങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ സീസൺ മുതലാണ് ഷോ തുടങ്ങുന്നതിന് മുമ്പ് പല രീതിയിലുള്ള കോൺട്രാവേഴ്സികൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. സീസൺ 6 തുടങ്ങുമ്പോഴും മുൻ സീസൺ കണ്ടസ്റ്റൻ്റായ ഫിറോസ് ഖാൻ സീസൺ 5 പറ്റിയും അതിലെ കണ്ടസ്റ്റൻസിനെ താഴ്ത്തിക്കെട്ടിയും സോഷ്യൽ മീഡിയയിൽ എത്തിയിരുന്നു. പിന്നീട് അങ്ങോട്ട് ബിഗ് ബോസിൻ്റെ അണിയറയിൽ നടക്കുന്ന പല കളികളും പലരും വിളിച്ചു പറയുന്നതും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നതും നമ്മൾ കണ്ടതാണ്. റോബിൻ രാധാകൃഷ്ണൻ ഉണ്ടായിരുന്ന സീസൺ 4 ശേഷമാണ് ബിഗ് ബോസിനകത്ത് നടക്കുന്ന പല കാര്യങ്ങളും പുറത്തു വന്ന് തുടങ്ങുന്നത്. ബിഗ് ബോസ് ഒരു കംപ്ലീറ്റ്ലി സ്ക്രിപ്റ്റഡ് ഷോ ആണെന്ന രീതിയിലുള്ള സംസാരങ്ങളും പലരും പല രീതിയിലും ചൂഷണം ചെയ്യപ്പെടുന്നു എന്നൊക്കെ പിന്നീട് അങ്ങോട്ട് പുറം ലോകം അറിയാൻ തുടങ്ങി. സീസൺ 5 ശേഷവും സീസൺ 6 നടക്കുമ്പോഴും ശേഷവുമെല്ലാം ബിഗ് ബോസ് മലയാളവുമായി ബന്ധപ്പെട്ട് പല കോൺട്രാവേഴ്സികളും നമ്മൾ കണ്ടതാണ്. ഇപ്പോഴിതാ സീസൺ 7 നടക്കാൻ പോകുന്ന സമയത്ത് സിനി സീരിയൽ ആക്ട്രസ് ആയിട്ടുള്ള മായ വിശ്വനാഥ് ബിഗ് ബോസ് മലയാളത്തിനെതിരെയും അല്ലെങ്കിൽ അവർക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവവും ബിഗ് ബോസ് ഒരു സ്ക്രിപ്റ്റഡ് ഷോ ആണെന്ന രീതിയിലുള്ള പ്രസ്താവനകളും ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയിരിക്കുകയാണ്. എന്തായാലും അതൊന്ന് കണ്ടു നോക്കി. ബിഗ് ബോസിൽ അവസരം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇല്ല, ഞാൻ വരില്ല. 10 കോടി രൂപ തന്നാ വരും. എനിക്ക് പുറത്തിറങ്ങിയാൽ എനിക്ക് ജീവിക്കണ്ടേ? ആണോ? ലാലേട്ടൻ വിളിച്ചല്ലോ. ഇല്ല, ആര് വിളിച്ചാലും ബിഗ് ബോസിൽ ഇങ്ങനെ ലാലേട്ടൻ വിളിച്ചാൽ ഞാൻ പോകണമെന്നുണ്ടോ? ബിഗ് ബോസ് 2020 ബിഗ് ബോസ് തുടങ്ങിയപ്പോൾ തൊട്ട് വിളിക്കുന്നുണ്ടായിരുന്നു. ഇതില് രജിത് കുമാർ അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്താണ് എന്നെ വിളിച്ചത്. അപ്പൊ രണ്ടാമത് വിളിച്ചപ്പോൾ ശരിയെന്ന് പറഞ്ഞു, സർപ്രൈസ് പോലെ എന്നെ കയറ്റണം. അപ്പോൾ പറഞ്ഞു രജിത് കുമാർ സാറിന് എതിരായിട്ട്. ഞാൻ പറഞ്ഞു അങ്ങനെ ആർക്കും എതിരായിട്ട് ഞാൻ പോകുന്നു, എനിക്ക് എൻ്റെതായിട്ടുള്ള അഭിപ്രായമുണ്ട്, പുള്ളിക്ക് പുള്ളിയുടേതായിട്ടുള്ള അഭിപ്രായമുണ്ട്. അങ്ങനെയെല്ലാം ഞാൻ ഫിക്സ് ചെയ്തു. ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പം ഏഷ്യാനെറ്റിലെ നേരത്തെ ഉണ്ടായിരുന്ന PR പുള്ളിയാണ് എന്നെ കൂടുതലും ഇതിന് വേണ്ടി പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇല്ല, അത് നേരത്തെ കണ്ണ് വയ്യാത്തവർ തിരിച്ച് കയറ്റുകയാണ്, പുതിയവരാരും കയറ്റുന്നില്ല. എന്നിട്ട് പോയ സമയത്താണ് ഞാൻ അറിയുന്നത് അമൃതയും അഭിരാമിയും. അതെൻ്റെ സിസ്റ്ററിൻ്റെ മോൻ വിളിച്ചിട്ട് പറഞ്ഞു ഇവരാരെയും കയറ്റുന്നില്ല എന്നിട്ട് ഇത് വന്നു എന്ന്. അത് ഞാൻ അറിയുന്നു. പക്ഷെ ഞാനത് ചാനലിലും ആരോടും വിളിച്ച് ചോദിക്കാൻ പോകുന്നു. നമ്മൾ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ വരാൻ പോകുന്നത് എന്നെ ബ്ലെയിം ചെയ്യും, ഞാൻ എന്തോ കുഴപ്പക്കാരിയാണെന്ന് പറയും. അന്നെടുത്ത് ഞാൻ തീരുമാനമാണ് ഇനി ഞാൻ പോകും, എന്ത് വന്നാലും പോകും. എനിക്കൊരു 10 കോടി രൂപ എനിക്ക് ഇറങ്ങിയിട്ട് ജീവിക്കണ്ടേ? നമുക്ക് നമ്മുടെയായിട്ടുള്ള സെൽഫ് റെസ്പെക്ട് വേണം, അല്ലേ? അത് കഴിഞ്ഞ് അടുത്ത സീസണിൽ വിളിച്ച് കഴിഞ്ഞ വർഷം വിളിച്ച് ഇല്ല ഞാൻ പോകും. ഇപ്രാവശ്യം വിളിച്ചിട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അവരോട് പറഞ്ഞു. അപ്പം അവർ വന്ന് ഇത്രയും വാശി വേണം. ഞാൻ പറഞ്ഞു എനിക്ക് വന്ന നഷ്ടങ്ങൾ ഒരുപാടായിരുന്നു, ഒരുപാട് കാശ് നഷ്ടം. നമ്മളിവിടെ പറഞ്ഞാൽ കോസ്റ്റ്യൂമൊക്കെ എടുക്കേണ്ടി വന്നു. അതെനിക്ക് ഭയങ്കര നഷ്ടമാണ്. അങ്ങനെ ഞാൻ എടുത്തൊരു ഡിസിഷനാണ്. ഞാൻ ഇത് വിളിച്ചപ്പോൾ പോയിട്ടില്ല. ഇതിപ്പോൾ 2-3 മിനിറ്റുകൾ നീണ്ടു നിൽക്കുന്ന ഒരു സംസാരമാണ്. അതിലെ പ്രധാന ഭാഗങ്ങൾ മാത്രമേ നമ്മളിവിടെ പ്ലേ ചെയ്തിട്ടുള്ളൂ. സീസൺ 7 വിളിക്കാൻ സാധ്യത പറയപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ് മായ വിശ്വനാഥ്. അതുമായി ബന്ധപ്പെട്ടൊരു ഓൺലൈൻ മീഡിയ ചോദിക്കുമ്പോഴാണ് മായ വിശ്വനാഥ് ബിഗ് ബോസിൽ പോകാൻ താല്പര്യമില്ല എന്നും ബിഗ് ബോസ് ഒരു സ്ക്രിപ്റ്റഡ് ഷോ ആണെന്നും അവർ പറയുന്ന രീതിയിൽ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പ്രവർത്തിക്കണമെന്നുമുള്ള കാര്യങ്ങൾ പുറത്തു പറയുന്നത്. അതവർക്ക് സീസൺ 2 പങ്കെടുക്കാൻ വിളിച്ച സമയത്ത് മനസ്സിലായെന്നും അവസാന സമയത്ത് അവരുടെ എൻട്രി ക്യാൻസൽ ചെയ്തുവെന്നുമുള്ള വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ബിഗ് ബോസിൽ പോകില്ല എന്നും അല്ലെങ്കിൽ 10 കോടി രൂപയൊക്കെ നൽകാമെങ്കിൽ അതേപറ്റി ചിന്തിക്കാമെന്നുമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും നമ്മൾ പ്രേക്ഷകർക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് നിലവിൽ ഇവരും പറഞ്ഞിരിക്കുന്നത്. അതുതന്നെയാണ് എനിക്കും പറയാനുള്ളൂ. ബിഗ് ബോസ് എന്നത് ഒരു റിയാലിറ്റി എൻ്റർടൈൻമെൻറ്റ് ഗെയിം ഷോ ആണ്. സംഭവം ഒരു സ്ക്രിപ്റ്റഡ് അല്ലാത്ത ഷോ ആണെന്ന് പറയുമ്പോഴും ഒരു ഷോയുടെ വിജയത്തിന് വേണ്ടിയുള്ള സ്ക്രിപ്റ്റുകളൊക്കെ അണിയറ പ്രവർത്തകർ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഷോയുടെ ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കാൻ വേണ്ടിയും പല രീതിയിലുള്ള തരികട പരിപാടികളും ബിഗ് ബോസ് ടീമിൻ്റെ സൈഡിൽ നിന്നും ഉണ്ടാവും. ചിലപ്പോൾ അത് വിജയിക്കും, ചിലപ്പോൾ പാളിപ്പോകും, അത്ര തന്നെ. അതുകൊണ്ട് പ്രേക്ഷകരും ഇതൊരു എൻ്റർടൈൻമെൻറ്റ് ഷോയുടെ സെൻസിൽ മാത്രം എടുക്കുക. പ്രേക്ഷകരുടെ നന്മയ്ക്ക് വേണ്ടി നടത്തുന്ന ഒരു ഷോ അല്ല, കംപ്ലീറ്റ്ലി അവരുടെ ബിസിനസ്സാണ്. അതിനാൽ തന്നെ ആ ഒരു മൈൻഡ് സെറ്റിൽ തന്നെ ബിഗ് ബോസ് എന്ന ഷോ കണ്ട് തള്ളിക്കളയുക. എന്തായാലും സീസൺ 7 തുടങ്ങാൻ പോകുന്ന സമയത്തുള്ള മായ വിശ്വനാഥിൻ്റെ ഈ ഒരു വെളിപ്പെടുത്തൽ ചെറിയ രീതിയിൽ ബിഗ് ബോസ് ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടത്താനുള്ള സാധ്യതകളുണ്ട്. എന്തായാലും കാത്തിരിക്കാം ഇനി ആരൊക്കെ എന്തൊക്കെ ആരോപണങ്ങളുമായി രംഗപ്രവേശം ചെയ്യുന്നത് എന്ന്. സോ പ്രേക്ഷകരായ നിങ്ങൾക്ക് ബിഗ് ബോസ് ഒരു സ്ക്രിപ്റ്റഡ് ആണെന്നുള്ള അഭിപ്രായം ഉണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റായി അറിയിക്കുക.